പനച്ചുമൂട് സ്വദേശി 48-കാരിയായ പ്രിയംവദയ്ക്കാണ് ദാരുണാന്ത്യം. കൊല്ലപ്പെട്ടത് സ്വന്തം വീടിന് തൊട്ടടുത്ത്. കൊലപ്പെടുത്തിയത് അയൽക്കാരൻ വിനോദ്. പ്രതിയുടെ ഭാര്യാമാതാവിന്റെ വെളിപ്പെടുത്തലാണ് കേസിൽ വഴിത്തിരിവായത്. രാവിലെ വൈദികനോടാണ് അയൽക്കാരിയായ സരസ്വതി കൊലപാതക സംശയം പറയുന്നത്. വീടിന് സമീപത്ത് രക്തക്കറ കണ്ടുവെന്ന് സരസ്വതി പറഞ്ഞു. അയൽവാസിയായ വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തായി. ഇവരുമായിട്ട് അത്ര കമ്പനി അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇളയുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ നിമിഷം വരെയും ഇവരാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതി വിനോദ് നൽകിയ മൊഴി. പ്രതി വിനോദ് നൽകാനുള്ള പണം പ്രിയംവദ ചോദിച്ചതാണ് പ്രകോപനത്തിന് കാരണം. ഇക്കഴിഞ്ഞ 12-ന് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയ പ്രിയംവദയെ വിനോദ് വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. ബോധരഹിതയായപ്പോൾ എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. തുടർന്ന് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാത്രി വീടിനോട് ചേർന്ന് കുഴിയെടുത്ത് പാറമണൽ കൊണ്ട് മൂടിയെന്നാണ് വിനോദിന്റെ മൊഴി. ഇന്ന് രാവിലെ 10 മണിയായപ്പോഴത്തേക്കും ഈ പ്ലാവിന്റെ മുകളിൽ കയറി ഇങ്ങനെ സ്വാഭാവികമായിട്ട് നിൽക്കുന്നത് കണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ നിമിഷം വരെയും ഒരു വിവരം അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞൂടാ, ഇന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 11 മണിയായപ്പോഴത്തേക്കും പോലീസ് ഇങ്ങനെ വന്ന് നേരെ അങ്ങോട്ടാണ് പോയത്. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. നിർവികാരതയോടെയാണ് ചെയ്ത ക്രൂരത പോലീസിന് മുന്നിൽ പ്രതി വിവരിച്ചത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. വിനോദിന് പുറമെ കൊലപാതകത്തിൽ സന്തോഷിന് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രിയംവദയുടെയും വിനോദിന്റെയും മൊബൈൽ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.